ഹായ്, വെൽക്കം ടു അവർ ചാനൽ വീണാസ് ബഹേലി. അപ്പോൾ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ റെസിപ്പി കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ കുക്ക് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പെരിഞ്ജീരകം മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാതെ വിസിൽ ചെയ്യുക കേട്ടോ. ചിക്കൻ്റെ വേവ് അറിയാമല്ലോ, ഞങ്ങളൊരു വിസിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കറിക്ക് വേണ്ടിയുള്ള ഉള്ളി, സബോള, അതേപോലെ തക്കാളി അടിച്ചു വെച്ചത്, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ ഗാർലിക് ഉണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് നമ്മൾ സബോള ഇട്ടു, വഴറ്റി വരുമ്പോൾ ഉള്ളി ഇട്ടു, അത് അത്യാവശ്യം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഉപ്പിടാം കേട്ടോ. പിന്നെ ഒരു 3/4 ഭാഗം വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ വേപ്പിലിട്ട് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. പച്ചമുളക് ഇടണം കേട്ടോ, ഞങ്ങൾ മറന്നുപോയി. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇടില്ലേ, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ടോളൂ. അത് കഴിഞ്ഞ് വഴണ്ടി വരുമ്പോൾ പൊടികളിടാം. മുളക് പൊടി, ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇടണില്ല കേട്ടോ, മല്ലിപ്പൊടി ഇല്ലാത്ത കറിയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ മുൻപ് ഇട്ടുകൊണ്ട് പിന്നെ ഇടണില്ല. അപ്പോൾ അത് നന്നായി വഴറ്റി വരുമ്പോൾ പിന്നെ തക്കാളി ഇടുക. അങ്ങനെ അതും പച്ചമണം മാറുന്ന വരെ വഴറ്റുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അതൊന്നൊരു സെക്കൻഡ് ഒന്ന് തിളപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇടാം. ഉപ്പ് വേണമെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ, അപ്പോൾ അതിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വിസിൽ ചെയ്തത്. അപ്പോൾ ആ ചിക്കൻ ഇതിലേക്ക് ഇടാം, നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒരു മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ അത് ഒന്നും കൂടി വേവട്ടെ, ഒന്ന് മിക്സായി വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു പരിവായി വരും. അതിലേക്ക് നമ്മൾ മസാല ഇടുക. ഗരം മസാല ഇട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം വീണ്ടും അടച്ചു വയ്ക്കുക. നമ്മുടെ ഗ്രേവി അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. അത് കഴിഞ്ഞ് മല്ലിയില ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു 5 മിനിറ്റും കൂടി അടച്ച് വയ്ക്കുക. പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.